പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നിപ്പോണ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് നമുക്ക് തരണത്. കാര്യം ഈ സുരേഷിന്റെ സാക്ഷ്യമില്ലേ, സുരേഷ് എന്താ ചെയ്തിരിക്കുന്നത്? സുരേഷിനെ കാല് അസ്ഥി വളരുകയോ ഉപ്പുകുറ്റി പൊങ്ങുകയോ ഒക്കെ ചെയ്ത് 2 ഓപ്പറേഷൻ കഴിഞ്ഞ് 3ാമത്തെ ഓപ്പറേഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ഡോക്ടർ ടോർച്ചടിച്ച് നോക്കി, അത് പഴുപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നിങ്ങൾ മെഡിക്കൽ നിരീക്ഷണത്തിലായിരിക്കണം, അല്ലെ കാല് മുറിക്കേണ്ടി വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പം സുരേഷ് പറയണ ഒരു കാര്യമുണ്ട്. എന്താ പറയണത്? ഞാൻ കാലിനെ ഒന്നും മുറിക്കണില്ല, ഇനി ഒരു ഡോക്ടറെയും കാണുന്നില്ല. എന്താണ്? ഞാൻ എൻ്റെ അമ്മയെടുത്ത് പോകണമെന്ന്. കണ്ടിട്ടില്ല ആ മനുഷ്യരമ്മയെ, കണ്ടിട്ടില്ല. കൃപാസനം ഒന്ന് കേട്ടിട്ട് പത്രമേ കിട്ടിയിട്ടില്ല. പത്രം 3 ദിവസം വായിക്കുന്നുണ്ട് പുള്ളി. ഈ ഒരു പത്രം കിട്ടിയിട്ട് അത് തിരിച്ചും മറിച്ചും 3 ദിവസം ഇരുന്ന് വായിച്ചപ്പോഴേ അദ്ദേഹത്തിന് ദൈവം അദ്ദേഹത്തിനെ തോണ്ടി വന്നത്. അതുകൊണ്ടാണല്ലോ ആ വിശ്വാസം കയറിയത്. അപ്പൊ വിശ്വാസം കയറിയപ്പോൾ അദ്ദേഹം പറയണത്, ഞാനിനി അമ്മയെടുത്ത് പോയിട്ട് കാല് കാണിക്കട്ടെ എന്നാ പറയണത്. അപ്പൊ കാല് കാണിക്കണെന്ന് അത് അത്ര ഇങ്ങനെ എത്രയോ പത്തനംതിട്ട എവിടെയുള്ള മനുഷ്യർ ഇവിടെ വരാൻ പറ്റിയ ഒരു കണ്ടീഷൻ അല്ല. കാല് ഓട്ടോ ഡ്രൈവറായതോ ആണ്. അപ്പൊ കാല് കൊണ്ടുള്ള പരിപാടിയാണ് ഉള്ളത്. ഈ കാലാണെങ്കിൽ തൊട്ടാ ജീവൻ പോണ കാലുമാണ്. അത് വെച്ചെൻ്റെ ഇവിടം വരെ ഓടിക്കാനും പറ്റണില്ല. എങ്കിലും വൈഫായിട്ട് പോന്നിരിക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സ് തളർന്ന് ഇടയ്ക്ക് വെച്ച് വീണ് പോയി. പിന്നെ പറഞ്ഞ്, അമ്മേ എന്നെ അമ്മ തന്നെ അകത്ത് അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു. അതാണ് വിഷയം. പഴുത്ത കാലുമായിട്ട് ഓടിക്കാൻ പറ്റാത്ത പ്രാണം പോണ വേദനയുമായിട്ട് വഴി വീട് കിടക്കുന്ന ആള്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അല്പം റെസ്റ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ അമ്മേ എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ അമ്മയെ കാല് സുഖപ്പെടുത്തി അമ്മ തന്നെ എന്നെ കൊണ്ട് എത്തിക്കണം എന്ന് പറഞ്ഞ അവിടെ. ഈ മനുഷ്യന്മാർ പറയണ വാക്കുകളെ ചങ്കെ കൊണ്ടാണ് പറയണത്. അത് ആത്മാർത്ഥമാണെങ്കിൽ ദൈവം അതുപോലെ തന്നെ എടുക്കും. ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ച് ഒക്കട്ടെ കിട്ടിയ ഊട്ടിയതൊക്കെ പറഞ്ഞ് പണിയത് അവന്മാരാണ് വന്ന് പാർസൽ പണി മേടിക്കുന്നത്. അല്ലാത്ത ആത്മാർത്ഥമായിട്ടാണ് ദൈവത്തെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ഓൺ ദ സ്പോട്ടിൽ ഹിറ്റാവുന്നത്. എന്താ സംഭവിച്ചിരിക്കണത്? സെക്കൻഡ് അയാൾ പറഞ്ഞു, ഞാനൊന്ന് മയങ്ങി അങ്ങോട്ട് കയറി ബ്രേക്കെ പിടിച്ച് പിന്നെ ഞാൻ ഇവിടെ വന്നത് ഓർക്കുന്നുണ്ടെന്ന്. അമ്മ എന്നെ പറത്തിക്കൊണ്ടുപോകുന്ന പോലെ ഞാൻ വന്നത്. എൻ്റെ വൈഫ് എന്നെ വിളിച്ച്, വൈഫിൻ്റെ തോളയിൽ ഞാൻ ഈ പ്രാണം പോകുന്ന വേദന ഉണ്ടെങ്കിലും വൈഫിൻ്റെ തോളെ കൈയിട്ട് ഞാൻ ഒറ്റക്കാലായിട്ട് കൊന്തി വരികയെ. അപ്പം ചീട്ട് കിട്ടാൻ ഒരു മാർഗമില്ല. കാര്യം ഇവിടെ രേഖകളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പം ചീട്ട് കിട്ടാനുള്ള മാർഗമില്ലാതെ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ നിൽക്കുന്ന ആള്. അപ്പോൾ ഒരു അമ്മ വന്നിട്ടും പറഞ്ഞ് ഇയാൾക്ക് ചീട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പം തന്നെ മാനേജർ എഴുതി കൊടുത്ത്. അതാരാണെന്ന് ഇപ്പോഴും അറിയത്തില്ല അയാൾക്ക്. അതാണ് രസം. ഈ അമ്മയെ പിന്നീട് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് മാതാവിൻ്റെ രീതിയിലാണ് കണ്ടിരിക്കുന്നത്. ഭയങ്കര രസമായി സഞ്ചാരിമാതാവിൻ്റെ വിഷയങ്ങൾ. അതായത് ഇതിന് ശേഷം ഈ മനുഷ്യൻ ഇവിടെ വരുമ്പോൾ ഇയാളുടെ കയ്യിലുള്ള പേപ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതി കൊടുത്ത പേപ്പർ ഞാൻ മാതാവിന് കൊടുത്തിട്ട് ഇയാളുടെ കാലയിൽ താഴെ ഇരുന്ന് വ്രണത്തിൽ കൈവച്ച് കുറേ നേരം ഇരുന്ന് വിശ്വാസപ്രമാണം ചെല്ലും. അപ്പം അത് എന്തുകൊണ്ടാണ് വിഷയം എന്ന് പറയണത്? ഈ ദൈവം ഏറ്റെടുത്ത കേസാണെങ്കിൽ ഗ്രീൻ ചാനലിൽ പോരും. അത് എന്ത് വിഷയമാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ എനിക്ക് അയാളെ കണ്ടു കഴിഞ്ഞാൽ ഈ ജന്മത്തിലുള്ള സുഖപ്പെടത്തില്ലെന്ന് ആർക്കും മനസ്സിലാവും. പക്ഷെ എൻ്റെ മനസ്സ് പറയട്ടെ, അമ്മ ഇയാളെ സുഖപ്പെടുത്തുമെന്ന്. അതാണ് വിഷയം. ആ വിഷയമാറ്റം അതാണ്. നമ്മളെ നേരിട്ട് കണ്ട അയാളെ സുഖപ്പെടത്തില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ അമ്മ ഒരു ബോധ്യം നിൽക്കുകയാണ്, ആ കേസ് ഞാൻ ഏറ്റെടുത്തുള്ള കേസാണ്, അത് നീ ഞാൻ തൊട്ടാൽ മതി, നീ വലിയ അഭ്യാസമൊന്നും കാണിക്കണ്ട, വലിയ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കണ്ട, ജസ്റ്റ് തൊട്ടാൽ മതി, ആ വിഷയം ടേക്കപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കുക മനുഷ്യനെ വിട്ട് വീട്ടിൽ ചെന്നപ്പോഴുണ്ട് ഈ സാധനം കരിഞ്ഞിരിക്കണം. അപ്പൊ അയാൾ അതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്, അന്ന് അയാൾ സ്വപ്നം കണ്ടേ രാത്രി, ജോസഫച്ചൻ തൊട്ട കാര്യമല്ല ഇത്. അന്ന് അമ്മ തന്നെ വന്നിട്ട് അയാളുടെ കാര്യം തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് രസം.
അമ്മ തന്നെ വന്നിട്ട് കാര്യത്തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ സാധനം കരിഞ്ഞത്. ഇപ്പം ഞാൻ ഓർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളൊന്ന് സത്യസന്ധമായി ദൈവതിരുസന്നിധി, എൻ്റെ മക്കളോട് ഞാൻ എപ്പോഴും ശാസിച്ച് സംസാരിക്കണില്ലേ നിങ്ങളോട്? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ആലപ്പുഴ നടന്ന് കാല് തേയേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ മര്യാദക്കൊന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോട് ചെയ്യണം, ദൈവത്തിന് വേണ്ടി ചെയ്യണം. അല്ലാതെ എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഈ കുറുക്കം പണ്ട് നീലച്ചായത്തി വീണ പോലെ ചാഞ്ഞ് വീണിട്ട് കാര്യമില്ല. മഴ പെയ്യുമ്പോൾ കളർ പോകത്തില്ല, ദൈവത്തിന് ഗ്യാരണ്ടി കൊടുക്കണം. ഇവിടുത്തെ മെയിൻസ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചൂടാണത്. പല ആൾക്കാർ ഉടമ്പടിക്കുന്ന കുറുക്കൻ നീലച്ചായ വീട്ടിൽ ശ്രീകൃഷ്ണനായി പോയ പോലുള്ള സംഭവമാണ്. കുറച്ച് നാളത്തേക്ക് ഉപവാസവും, കുറച്ച് നാളത്തേക്ക് അതുപോലെ തന്നെ ദാനധർമ്മവും, കുറച്ച് നാളത്തേക്ക് മിന്നടക്കം പാലിക്കലും സമാധാന കാംക്ഷികളുമായിട്ടൊക്കെ നടക്കും. അത് നീലച്ചായത്ത് വീണതാ. മഴ പെയ്യുമ്പോൾ ചായ പോവും. നമുക്ക് ദൈവത്തോട് കാണിക്കേണ്ടത്, ദൈവമേ ഏത് മഴ പെയ്താലും ഉടമ്പടിക്കാലം കഴിഞ്ഞാലും എൻ്റെ കളർ പോകത്തില്ല, ഗ്യാരണ്ടി ആണെന്ന് പറയണം. ദൈവത്തിനൊരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ എൻ്റെ മക്കളെ, ഇന്ന് സഞ്ചാരി മാതാവ് നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതുപോലെ സ്പീഡുള്ളൊരു സാക്ഷ്യമാണ് ഈ ദിവസങ്ങളിൽ അൽഫോൻസ പറഞ്ഞത്. അൽഫോൻസാമ്മയുടെ സാക്ഷ്യം വേറെ ഒരു സബ്ജക്റ്റാണ്. ഇവർ ബഹ്റിൽ ജോലി ചെയ്യുന്നവരാ. ബഹ്റിൽ ജോലി ചെയ്തിട്ട് കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഇവിടെ വിസ വീണ്ടും ബഹ്റിൽ പുതുക്കി. കോൺട്രാക്ട് വിസ ഇല്ല, കോൺട്രാക്ട് ഹോസ്പിറ്റൽ വേണ്ട കോൺട്രാക്ട് പുതുക്കി കഴിഞ്ഞ 10 ദിവസം കഴിഞ്ഞപ്പോൾ പുതിയ ഒരു ഓപ്ഷൻ കൊടുത്തവർ. എന്താണ്? ഇനി കോൺട്രാക്ട് പുതുക്കണ എല്ലാവർക്കും അക്കോമഡേഷനും താമസത്തിൻ്റെ അലവൻസ് കിട്ടാമെന്ന്. അപ്പം ഇവർക്ക് കിട്ടത്തില്ലത്, കാര്യം ഇവർക്ക് നേരത്തെ ഇവർ കോൺട്രാക്ട് പുതുക്കിയതാണ്, ഇവർക്ക് കിട്ടത്തില്ല. അക്കോമഡേഷൻ അലവൻസ് എന്ന് പറയണത് നല്ല തുകയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശല്ല. അപ്പോൾ അവർ സീനിയറുമാണ്, അവർക്ക് ഭയങ്കര സങ്കടമായി. 10 ദിവസം മുമ്പ് 10 ദിവസം കഴിഞ്ഞാണ് പുതുക്കിയിരുന്നെങ്കിൽ അതാണ് ടൈം ആകുമ്പോഴേ പുതുക്കുമല്ലോ. പക്ഷേ ഹോസ്പിറ്റലിൽ പുതിയ നിയമങ്ങൾ വന്നപ്പോൾ പുതിയതായിട്ട് 10 ദിവസം കഴിഞ്ഞ കോൺട്രാക്ട് പുതുക്കിയവർക്ക് എല്ലാ അലവൻസ് ഫ്രീ ആയി, അക്കോമഡേഷൻ അലവൻസ് ഫ്രീ ആയി. അപ്പോൾ ഈ അൽഫോൻസാമ്മയ്ക്ക് വേറെ ഗുണമുണ്ട്. ഇവർ ഈ മദറുമായിട്ട് നല്ല പേഴ്സണൽ റിലേഷനാണ്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു വിഷയമേ പലർക്കും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ അല്ല ഉള്ളത്, സബ്ജക്റ്റ് വൈസ് റിലേഷനാണ്. ഇതൊരു പ്രോബ്ലമാണ്. അത് നിങ്ങൾ എന്നെയോ കൃപാസന മാതാവിനെയും കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. കാര്യം നടക്കാത്തതിൻ്റെ കാര്യം നിങ്ങളുടെ റിലേഷൻ്റെ ബേസ്മെന്റ് സബ്ജക്റ്റ് വൈസാണ്. എന്നുവെച്ചാൽ ഒരു വിഷയബന്ധിയാണ്, വ്യക്തിബന്ധിയല്ല. അൽഫോൻസായുടെ റിലേഷൻസ് മാതാവുമായിട്ട് വ്യക്തിബന്ധമാണ്. അവർക്ക് ഇഷ്യൂസ് ഉണ്ടായാലും ഇല്ലെങ്കിലും
റിലേഷൻ്റെ ആ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യും. മക്കളെ, ഇതൊരു വെല്ലുവിളിയാണ്. നമുക്ക് ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ അല്ല പ്രശ്നം, നമ്മുടെ റിലേഷൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണനിലവാരം അല്ലേ? ഈ ആധ്യാത്മികത വില്ലൻ എന്ന് പറയുന്നത് ക്വാളിറ്റി മെയിൻറ്റെയിൻസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ഭക്തി ചിലപ്പോൾ ഇന്നുണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ഭക്തിയും വിശുദ്ധീഷ്ണതയും ഒന്നും ഉണ്ടാകത്തില്ല. എന്താ? വീട്ടിൽ 2 വിരുന്നുകാർ വന്നാൽ മതി. അവർ 2 ചളുവ വർത്തമാനം പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരുമായിട്ട് സമയം ചെലവഴിച്ചാൽ മതി. അപ്പം തന്നെ നിങ്ങളുടെ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് വരും ഭക്തിയിലും വിശ്വാസത്തിലും. അതാണ് ഇങ്ങനെയുള്ളവരിൽ നിന്ന് അകന്നു പോകുവനെന്ന് ബൈബിൾ എപ്പോഴും പറയും. ഇങ്ങനെയുള്ളവരിൽ നിന്ന് ലോത്തിന് സംഭവിച്ചത് എന്താ? ലോത്തിന് എന്താ സംഭവിച്ചത്? ലോത്ത് സോദോമിനരികെ കൊണ്ട് കൂടാരം അടിച്ചെന്നല്ലേ പറയണത് അല്ലേ? ഇവിടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോത്ത് കൂടാരം അടിച്ചു. ടേക്ക് ദി വിഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. പറഞ്ഞേ. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അവൻ സോദോമിനടുത്ത് കൂടാരമടിച്ചു. അതായിരുന്നു ലോത്തിനെ പറ്റിയൊരു അബദ്ധം.
ലോകത്തിൻ്റെ സ്പിരിച്വാലിറ്റി ഡയലൂട്ട് ആകാൻ കാരണം അതാ. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ക്വാളിറ്റേറ്റീവ് സ്പിരിച്വാലിറ്റിയാണ്. ക്വാളിറ്റി ഓഫ് സ്പിരിച്വാലിറ്റി, ആധ്യാത്മികതയുടെ ഗുണനിലവാരം. അബ്രഹാത്തിൻ്റെയും ലോത്തും ഒരേ സ്ഥലത്ത് വസിക്കുന്ന ആൾക്കാരാണെങ്കിലും രണ്ട് സ്പിരിച്വാലിറ്റിയാണ്. അതെന്താണ്? നിങ്ങൾ കൂടാരം അടിക്കുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്പിരിച്വാലിറ്റി നിൽക്കുന്നത്. ആരുമായിട്ട് കൂട്ടുകൂടുന്നു, അതാണ് പ്രശ്നം. എബ്രാഹാം എവിടെ? കർത്താവിൻ്റെ കാനാൻ ദേശത്തിൻ്റെ അരികിലാണ് കൂടാരം പഠിക്കുന്നത്. ലോത്ത് എവിടെയും? സുവർഗഭോഗികളും പുരുഷ ലൈംഗികതയുള്ളവരും സ്ത്രീകൾ ലൈംഗികതയുള്ള മ്ലേച്ഛന്മാരുടെ കൂടെയാണ് കൂടാരം അടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാരും മ്ലേച്ഛന്മാരാണെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിൽ ഡയലൂഷൻ ഉണ്ടാവും, ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടാവും, ക്വാളിറ്റേറ്റീവായിട്ട് ഗുണനിലവാരം കുറഞ്ഞു പോകും. ഒന്നുകിൽ നിങ്ങൾ ഉടമ്പടി ഉപേക്ഷിക്കണം, ദൈവമായിട്ട് ബന്ധം ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം. അവരെ വിട്ടു പോരൂ, അവർ അന്തരെ നയിക്കുന്ന അന്തരാണെന്ന് പറയുന്നില്ല. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. മത്തായി 15:14 അവരെ വിട്ടേക്കൂ, അവർ അന്തരെ നയിക്കുന്ന അന്തരാണ്. അന്തനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പൊ നിങ്ങൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടിക്കെതിരെയുള്ള ശത്രുക്കളെ ഒഴിവാക്കി കളയണം. അല്ലെങ്കിൽ അവർ നിങ്ങളെ ഉടമ്പടി ജീവിക്കാൻ അനുവദിക്കത്തില്ല. അവരവരുടെ രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അവരുടെ വൃത്തികേടുകളും ദ്വയാർത്ഥങ്ങളും ഇതിലൊന്നും കഥയില്ലടാ, ഇതിങ്ങനെയാടാ എന്നൊക്കെ പറയും. അതോടുകൂടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനോ ദൈവദിവസേന വിശുദ്ധിയോടെ ജീവിക്കാനോ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള നിങ്ങളുടെ കലിബറ് ക്രമേണ ശക്തി കുറഞ്ഞു പോകും. അതുവഴി ദൈവമായിട്ടുള്ള ബന്ധവും കുറയും. അൽഫോൻസ ക്വാളിറ്റേറ്റീവ് സ്പിരിച്വാലിറ്റിയുടെ ആളാണ്. അവൾക്ക് ശേഷം ആണ് ഇത് കോൺട്രാക്ട് പുതുക്കി കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റൽ നിയമം വന്നപ്പോഴാണ് അക്കോമഡേഷൻ അലവൻസ് പിന്നീടുള്ളവർക്ക് എല്ലാം അലവ് ചെയ്തത്. അവൾക്ക് ചിലൊരു ദുഃഖം തോന്നി. പക്ഷേ അവള് പറഞ്ഞു, എനിക്ക് അമ്മയുമായിട്ടൊരു റിലേഷൻസ് ഉണ്ടല്ലോ. ഇപ്പം നിയമം ഇങ്ങനെയാണ്, എൻ്റെ ടൈം വരെ ഹോസ്പിറ്റലിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ അമ്മ വിചാരിച്ചാൽ എനിക്ക് അക്കോമഡേഷൻ അലവൻസ് കിട്ടും. അത് ഹോസ്പിറ്റലുകാരല്ല തീരുമാനിക്കുന്നത്. എനിക്ക് ദൈവമായിട്ട് എൻ്റെ ബന്ധം കൊണ്ട് ആരാണ് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത്? എൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത് അമ്മയാണ് തീരുമാനിക്കുന്നത്. അതാണ് റിലേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കഴിയണം. അവർ പറഞ്ഞു, അമ്മേ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അപേക്ഷ വെക്കട്ടെ. അപ്പം അവൾക്കൊരു പോസിറ്റീവ് ഇത് കിട്ടി, നീ കൊണ്ട് വെക്കാൻ പറഞ്ഞു. അങ്ങനെ നടക്കാത്ത കാര്യത്തിന് കൊണ്ടുപോയി അമ്മ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അപേക്ഷ വെച്ചിരിക്കുകയാണ്. എനിക്ക് ക്വാളിറ്റേറ്റീവ് അലവൻസ് വേണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞ്, നിങ്ങൾക്ക് ഈ നിയമങ്ങളെന്ന് അറിയാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയില്ല, നിങ്ങളുടെ സെക്ഷൻ അല്ല, ആ ടൈം കഴിഞ്ഞു. നിങ്ങളുടെ സെക്ഷൻ ഉള്ളവർക്ക് ആർക്കും നിങ്ങൾക്ക് മാത്രമല്ല, ആർക്കും കൊടുത്തിട്ടില്ല, 3-4 പേർക്ക് കൊടുത്തിട്ടില്ല അക്കോമഡേഷൻ അലവൻസ്. പിന്നെ നിങ്ങൾ മാത്രം കൊണ്ട് തന്നെ അപേക്ഷ വെക്കണത് എന്തിനാണ്? നിങ്ങൾ ഹോസ്പിറ്റലിനെ പറ്റിക്കാൻ നടക്കുകയാണോ എന്ന് ചോദിക്കുക. അങ്ങനെ അവർ റാഷായിട്ട് സംസാരിക്കും. റാഷ് വെച്ചാൽ ഇവർ ചെയ്തത് വേണമെങ്കിൽ അത് 4 പേർക്ക് കൂടി ചെയ്യാമല്ല, ഇവർക്ക് മാത്രം ചെയ്തത് എന്താണെന്നൊക്കെയാണുള്ള ഹോസ്പിറ്റലിന് ഒരു കൺഫ്യൂഷൻ. അല്ല, അവർ ഹോസ്പിറ്റലിൽ നിന്ന് തെറ്റില്ല, അതാണ് വിഷയം. ഇവിടെ കയ്യിൽ നിന്ന് തെറ്റില്ല, പക്ഷെ അക്കോമഡേഷൻ അലവൻസ് ഇവളിനേക്കാൾ സീനിയോറിറ്റി കുറഞ്ഞ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് അവിടെ. അപ്പോൾ സ്വാഭാവികം ഇവയ്ക്ക് കിട്ടേണ്ടതല്ലേ? പിന്നെ അമ്മയുടേതല്ലേ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞുകൊണ്ട് നീ അമ്മയുമായിട്ട് ബന്ധം ഉണ്ടായാൽ എല്ലാം അമ്മയുടെ ആണെന്ന് നമുക്ക് മനസ്സിലാകും. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളൂ. കാര്യം ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ലോകത്തിലുള്ള എല്ലാ വിഷയവും ഈശോ അമ്മയുടെ അണ്ടറിലാക്കില്ലേ? അത് ബോധമുള്ളവർക്ക് മനസ്സിലാകും. ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളും എല്ലാം ഈശോ അന്തിമ തീരുമാനം നിന്റെ ചോര കിടന്ന് പ്രമാണം എഴുതി അമ്മയുടെ പേരിലാക്കി കളഞ്ഞില്ലേ? സ്വത്ത് അമ്മയുടെ പേരിലല്ലേ ഇരിക്കണത്. അതാണ് അൽഫോൻസ പറയണത്, അമ്മ അറിയാതെ അലവൻസ് ഉണ്ടാകത്തില്ല. അപ്പൊ ഞാൻ അമ്മയുടെ പേരിൽ കൊണ്ട് അപേക്ഷ വെച്ച് അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു ഇടുങ്ങിയ ഇടനാഴിയിലൂടെ ആകാശത്ത് നിന്ന് അമ്മ ഇറങ്ങി വന്നെന്ന്. ആ ഇടനാഴി ഞാൻ കണ്ടിട്ടില്ല ഇവർക്കും. പിന്നെ ഒരു ഇടുങ്ങിയ വാതിലൂടെ അമ്മ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറി. പിന്നെ അമ്മ ഒരു വെള്ളമേശ ഇരുന്നിട്ട് ഫയൽ ഒപ്പിട്ടിട്ട് പോയെന്ന്.
പിറ്റേ ദിവസം എന്നെ HR വിളിച്ചു ഹോസ്പിറ്റലിൽ. നിങ്ങൾ എത്രയും വേഗം വന്നിട്ട് സൈൻ ചെയ്യണം. അപ്പോൾ HR പറഞ്ഞു, സാറേ ഞാൻ സൈൻ ചെയ്തതാണ് നേരത്തെ, 10 കോൺട്രാക്റ്റ് ഒപ്പിട്ടതാണ്, ഇനി ഞാൻ എന്തിനാ കോൺട്രാക്റ്റ് ഒപ്പിട്ടുണ്ട്? അല്ല, നിങ്ങൾക്ക് അക്കോമഡേഷൻ അലവൻസ് തരാൻ വേണ്ടി കമ്പനി തീരുമാനിച്ചെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം ഞാൻ ചെന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടും കാണുകയാണ് സ്വപ്നത്തിലെ അമ്മ ഇറങ്ങി വന്ന് ഇടനാഴി ഞാൻ കണ്ടെന്ന്. HR ഇപ്പുറത്തുള്ള വാതില് അമ്മ രാത്രി എന്നെ കാണിച്ചായിരുന്നു. അപ്പം ഞാൻ നല്ലവണ്ണം സൂക്ഷിച്ചു നോക്കി. HR ഇടതുവശത്തുള്ള വാതിലൂടെ അമ്മ വന്നത്. അമ്മ വന്നിരുന്ന ചെയർ എന്നെ കാണിച്ചത് തന്നെയാണ്. ആ വെള്ളമേശ, അസൽ മേശ, ആ മേശയാണ് ഞാൻ കണ്ടതെന്ന്. അപ്പം എന്താണ് ഇത് അമ്മ ചെയ്തതാണെന്നുള്ളത് ഇവളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് രാവിലെ വിളിച്ച് അനുവാദം കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഈ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം മക്കളെ. നിങ്ങളൊരു വിഷയത്തിന് വേണ്ടി, ഒരു വിഷയം ശരിയായി, ഒരു വിഷയം ശരിയായില്ലെന്ന് പറഞ്ഞാൽ അളിഞ്ഞ മോന്തമായിട്ട് മാതാവിൻ്റെ മുമ്പിൽ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമൊന്നുമില്ല. മറിച്ച് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. വിഷയമല്ല പ്രധാനം, അമ്മ എന്ന വ്യക്തിയാണ് പ്രധാനം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.